ഞാൻ ഇന്നലെ നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ലോ ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ഒരു 26 വർഷം 3000 സ്റ്റേജുകൾ, 3000-ൽ കൂടുതൽ ടെലിവിഷൻ പരിപാടികൾ, 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു, 2 സിനിമ എഴുതി സംവിധാനം ചെയ്തു. ഇതെല്ലാം ഏറ്റവും സഭ്യമായും മാന്യമായും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ പറയാതെയും ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം നിന്ന് പറയുന്നില്ല. അല്ല, അവർക്ക് എന്ത് തോന്നലാണ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ എല്ലാ ഇതും സിനിമാ മേഖലയിലുള്ളവർ മത്സരിച്ചിട്ടുണ്ട്, പല മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടു. എല്ലാ പാർട്ടിയിലും സിനിമാ താരങ്ങളും മത്സരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം ഒരു വളരെ സീനിയർ ആയിട്ടുള്ള, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്മേൽ യാതൊരു കുറവുമില്ല. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് ഞാനും തിരിച്ചു പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. അത് അദ്ദേഹം പറഞ്ഞോട്ടെ. എന്താ ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റവും മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടില്ല, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ പാലക്കാട് ഡീലിംഗ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് വികസനം പറയാനില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പ്രധാനമായിട്ടും പറയുന്നത്. പാലക്കാട് ഇപ്പോൾ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ പാലക്കാട് മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ടൗൺ ഹാള്, അതുപോലെ സിന്തറ്റിക് ട്രാക്കിൽ ഒരു തുണിമാറാൻ പോലും കുട്ടികൾക്ക് ഒരു സൗകര്യമില്ലാത്ത അത്തരത്തിലുള്ള വികസന പ്രശ്നങ്ങൾ ഷാഫി പറമ്പിന്റെ കാലത്ത് തുടങ്ങി വെച്ചത് ഇനിയും പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുള്ളത് കൊണ്ടാണ് വികസനം പറയാതെ ഈ ഒരു ഡീലിംഗ് എന്ന തരത്തിൽ കോൺഗ്രസ് പറയുന്നത് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അല്ല, അവർ പറഞ്ഞു ഈ സിന്തറ്റിക് ട്രാക്ക് അവിടെ വന്നിട്ടുണ്ടല്ലോ, അടുത്ത കാര്യമില്ല, അത് തുടരും. ഇത് തുടരുന്ന ഞാൻ ഇന്നലെ ഹൈവേയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവർക്ക് ഈ ക്രെഡിറ്റിന്റെ വലിയ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ഷാഫിക്ക് പോകും അല്ലെങ്കിൽ UDF-ന് പോകും എന്നുള്ളത് കൊണ്ട് അതിന് സിന്തറ്റിക് റാങ്ക് വരെയൊന്നും പോകണ്ട. ഇവിടെ 2 മുഖ്യമന്ത്രിമാരെ കൊടുത്തിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. ആ പാലക്കാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് UDF സർക്കാരിന്, ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഷാഫി കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന കാലത്ത് നിന്ന് ഇവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇനി ഒരുപക്ഷെ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യേണ്ടി വരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇവിടെയാണുള്ളത്. എന്താണ് കാരണം? എന്തെങ്കിലും ഇവിടെ കൊടുത്തു പോയാൽ അതിന്റെ ക്രെഡിറ്റ് UDF-നായി പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തോന്നുന്നതാണ്. വികസനമൊക്കെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, വികസനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മാനസികമായും രാഷ്ട്രീയപരമായും ജനങ്ങളുടെ ജീവിതത്തിലും കൂടെ ഉള്ളതാണ്. ഇങ്ങനെയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അവരുടെ ഒരു
പാലക്കാട് 1-2 ഫ്ലക്സുകൾ കണ്ടു. ഞാൻ മാറാത്തത് മാറും എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഇവിടെ നമ്മൾ ഓണത്തിന് സദ്യയും പെരുന്നാളിന് ബിരിയാണിയും ക്രിസ്മസിന് കേക്കും ഒക്കെ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു നിയോജക മണ്ഡലത്തിനുണ്ട്. അത് മാറണ്ട, അത് മാറാതെ തന്നെ ഇരിക്കട്ടെ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ നല്ല കണക്ഷൻ ഉള്ളതാണ് പാലക്കാടായിട്ട്. എനിക്ക് അങ്ങനെ തീരെ കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ നേതൃത്വം എന്നോട് ഇത് ആവശ്യപ്പെട്ടപ്പം അത് ശരിയാവില്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു പോയാൽ. എനിക്ക് നല്ല കണക്ഷനുള്ള സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. അത് അവർ നേരത്തെ വർക്ക് തുടങ്ങിയതുകൊണ്ട് ഭൂരിപക്ഷം കോഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നമ്മൾ വെക്കുകയും ചെയ്യും. പിന്നെ സിനിമയുടെ കാര്യത്തിൽ ഞങ്ങൾ സിനിമാ പ്രവർത്തകർ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര ഫ്ലെക്സ് വെച്ചാലും എത്ര നടന്മാരിറങ്ങി പ്രൊമോട്ട് ചെയ്താലും ഒക്കെ ആത്യന്തികമായി മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഇത് വിജയിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ. ഫ്ലെക്സ് എണ്ണി എടുക്കുന്നതിനേക്കാളും ജനങ്ങളുടെ സംസാരത്തിലും ജനങ്ങളുടെ പെരുമാറ്റത്തിലും ജനങ്ങളുടെ ഞങ്ങളോടുള്ള സമീപനത്തിലും വളരെ മുന്നിലാണ് ഈ ഓടിയത്. പ്രധാനമന്ത്രി വരുന്നുണ്ട് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലക്കാട്. അപ്പൊ വലിയ വലിയ ആളുകളൊക്കെ വരുന്ന പ്രചാരണം നടത്തുന്നു. എങ്ങനെയാണ്? ഞാൻ അതാ പറഞ്ഞ, ആര് പറഞ്ഞാലും ഇത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അതിനപ്പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെയുള്ള ജനങ്ങൾ അതിൻ്റെ UDFന്റെ ഭരണത്തിന്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും എനിക്കൊരു ഭയവുമില്ല. ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടല്ലോ പല പ്രചരണത്തിനുമൊക്കെ. അതുകൊണ്ട് അതൊരു വലിയ ഭയക്കേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ പറയാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ നമ്മൾ ആദ്യം എല്ലാവരും ഇങ്ങനെ കാണാതിരിക്കുകയും ഇനി അത്തരത്തിലുള്ള നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന മറ്റൊരു സ്ഥാനാർത്ഥിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാണുകയല്ലേ, പോസിറ്റീവായിട്ടല്ലേ കാണുന്നത്. ഏത് സംഘടനയാണ്? ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ആരോപണങ്ങളാണ് പറയുന്നത്. ഹിന്ദു സംഘടനകൾ വർഗീയതയാണെന്ന് ഇവിടുന്ന് പറയുന്നു, മുസ്ലിം സംഘടനകൾ വർഗീയതയാണെന്ന് ഇപ്പുറത്തുനിന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇവർക്ക് എല്ലാവർക്കും സത്യത്തിൽ ഇതില്ലാതെ വോട്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് UDF കോൺഗ്രസ് തന്നെയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനി വിഷയങ്ങൾ പറയുന്നില്ല. താങ്ക് യു.